കട്ടപ്പന തേനി തുരങ്കപാതയ്ക്ക് മേഖലയിലെ ഭൂനിയമങ്ങൾ വെല്ലുവിളി ഉയർത്തിയേക്കും. കട്ടപ്പന ഉൾപ്പെടുന്ന ഇടുക്കി നിയോജക മണ്ഡലത്തിലെ 7 വില്ലേജുകളിലും ഉടുമ്പൻചോല മണ്ഡലത്തിലെ 14 വില്ലേജുകളും പീരുമേട്ടിലെ 3 വില്ലേജുകളും ദേവികുളം മണ്ഡലത്തിലെ 2 വില്ലേജുകളും അടങ്ങിയ ഏലമലക്കാടുകളിൽ കാടമം ഹിൽ റിസർവ് ഭൂമി നിയമങ്ങളാണ് പ്രശ്നമാകുന്നത്. ഇവിടെ പട്ടയ വിതരണം 2024 ഒക്ടോബർ 24 സുപ്രീം കോടതി വിലക്കിയിരുന്നു. ഏലമല കാടുകൾ വനഭൂമിയാണോ റവന്യൂ ഭൂമിയാണോ എന്ന തർക്കവുമായി ബന്ധപ്പെട്ട കേസിലായിരുന്നു ഇടക്കാല ഉത്തരവ്. മേഖലയിൽ നിലവിൽ ഖനനത്തിനും വാണിജ്യ നിർമ്മാണത്തിനും കർശന നിയന്ത്രണമുണ്ട്. കട്ടപ്പനയിലെ പാറക്കടവിൽ നിന്ന് തുരങ്കപാത തുടങ്ങാം എന്നാണ് ആലോചനയിലുള്ളത്. കട്ടപ്പന, പാമ്പാടുംപാറ, വണ്ടൻമേട്, കരുണാപുരം എന്നീ വില്ലേജുകളുടെ പാത കടന്നുപോകാനാണ് സാധ്യത. ഇതെല്ലാം CHR പരിധിയിൽ വരുന്ന വില്ലേജുകളാണ്. കമ്പംമെട്ട കമ്പം ചുരത്തിന്റെ അടിവാരത്തിലാണ് തുരങ്കം അവസാനിക്കാൻ സാധ്യത. ഇത് തമിഴ്നാടിന്റെ പരിധിയിൽ ആയതിനാൽ അവരുടെ അനുമതിയും വേണ്ടിവരും. ഇടുക്കി ജില്ലയെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന കമ്പംമെട്ടിന് അടുത്ത പാതയായ തേവാരമെട്ട് തേവാരം റോഡ് തുറക്കുന്നതിൽ തന്നെ നിലവിൽ തമിഴ്നാട് വനം വകുപ്പ് കർശന നിയന്ത്രണവുമായി രംഗത്തുണ്ട്. 1980 വരെ സജീവമായിരുന്ന പാതയാണിത്. ഇടുക്കി ജില്ലയിൽ നിന്നും തേനിയിലേക്കുള്ള ദൂരം 30 കിലോമീറ്ററിലധികം കുറയ്ക്കുന്ന പാതയാണിത്. വീണ്ടും തുറക്കണം എന്ന ആവശ്യം ഇതുവരെയും നടപ്പിലായിട്ടില്ല. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.